ഈസ് കർമ്മ റിയൽ? വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഓഫ് ബിട്രയൽ? കർമ്മ ഈസ് വെരി റിയൽ ബ്രോ. അപ്പോൾ നിങ്ങൾ ബിട്രേ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിട്രയലിന് വേണ്ടിയിട്ടുള്ളതിന് റെഡി ആയിക്കോളൂ. നിങ്ങളെയും ഒരു പോയിന്റിൽ ആരെങ്കിലും ബിട്രേ ചെയ്യാം. ഈ ജന്മം തന്നെ ആവണമെന്നില്ല. കാരണം ഇതിങ്ങനെ പരന്ന് കിടക്കല്ലേ. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ എത്രയും ഇഷ്ടപ്പെട്ട ആ ലെവലിൽ നിൽക്കുന്ന സമയത്ത് പണി വരും. കാരണം എന്ത് സംഭവം, എന്ത് ആക്ഷൻ എടുക്കാൻ പോകുന്ന സമയത്തും അതിനൊരു കോൺസിക്വൻസസ് ഉണ്ട്. അതൊരു ചെയിൻ റിയാക്ഷൻ പോലെയാണ്. അപ്പോൾ നമ്മുടെ പ്രാണിക് ഹീലിങ്ങിൻ്റെ മാസ്റ്റർ ജോ കോക്സി, അദ്ദേഹം ഒരു ഹോളി മാസ്റ്ററുമായിട്ട്, കാരണം ഹോളി മാസ്റ്റേഴ്സ് പറഞ്ഞ ഒരു വ്യൂ ഒക്കെ പറഞ്ഞാൽ 5 ഡയമെൻഷൻ എന്ന് പറയാം. ഇപ്പോൾ 3 ഡയമെൻഷൻ നമുക്ക് അറിയാം, 4th ഡയമെൻഷൻ ടൈം, 5th ഡയമെൻഷൻ സ്പേസ്. അപ്പോൾ ഇവർക്ക് തന്നെ അത്രയും അതീതമായിട്ട് ഈ മുൻപോട്ടും ഫ്യൂച്ചറിലേക്കും ബാക്കോട്ടൊക്കെ കാണാൻ പറ്റുന്നൊരു വ്യൂ ആണ്. അപ്പം മാസ്റ്റർ എന്തോ ഒരു ആക്ഷൻ എടുക്കട്ടെ എന്ന് പറയുമ്പോഴാണ് ഹോളി മാസ്റ്റർ പറഞ്ഞു കൊടുക്കുന്നത്. അത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 300 to 500 വർഷത്തിന് ശേഷം ഇങ്ങനെ ഒരു സംഭവങ്ങൾ സംഭവിക്കാം. അതിൻ്റെ കോൺസിക്വൻസസ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെയാണ് നമ്മളിപ്പോൾ എന്തെടുക്കുന്ന എന്ത് സംഭവത്തിൻ്റെയും എന്തിനാലും കോൺസിക്വൻസസ് ഉണ്ടാവും. പക്ഷെ ആ ഒരു കർമ്മ ഫ്രൂട്ട് ആവുന്നതിന് മുന്നേ ഫോർഗീവ്നെസ് ചെയ്യാം ആ സോളിനോട്. ഇപ്പോൾ സോൾ ഫിസിക്കൽ ബോഡിയിലുള്ള ആളാണെങ്കിൽ അവരോട് പോയി മാപ്പ് പറയാം. എങ്ങനെ ഇപ്പം എന്ത് വേണമെങ്കിലും ചെയ്തിട്ട് നമ്മുടെ തെറ്റുകൾക്ക് വേണ്ടി മാപ്പ് പറയാനുള്ളൊരു അവസരമുണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ കൂടുതൽ ബാഡ് കർമ്മ ഉണ്ടാക്കാണ്ടിരിക്കുക. കൂടാതെ വല്ലാണ്ട് ബാഡ് കർമ്മ ഇതുണ്ടെങ്കിൽ നമ്മളിപ്പം ചില പണിക്കന്മാരൊക്കെ വരും, ദൈവദോഷം വരും എന്ന് പറഞ്ഞ സംഭവം. അത് ചില രീതിയിൽ വരാം. ദൈവം കൂടി കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളും ചെണ്ടകളാവും ചെണ്ടകളാവും. അപ്പം അതിന് ചെയ്യാണ്ടൊക്കെ കാരണം ഏറ്റവും ഒരു ഹീനമായ പ്രവൃത്തി തന്നെയാണ് ബിട്രയൽ. അത് കഴിയുന്നതും ഒഴിവാക്കുക.